ഓം ശാന്തി 12-10-2025 അവ്യക്ത ബാബ്ദാദ മധുബൻ റിവൈസ് കോഴ്സ് 17-3-2007. മുരളിയുടെ ടൈറ്റിലാണ് ശ്രേഷ്ഠ വൃത്തിയിലൂടെ ശക്തിശാലിയായ വൈബ്രേഷനും വായുമണ്ഡലവും തയ്യാറാക്കുന്നതിന്റെ തീവ്ര പുരുഷാർത്ഥം ചെയ്യൂ. ആശീർവാദം കൊടുക്കുകയും എടുക്കുകയും ചെയ്യൂ. ഇന്ന് സ്നേഹത്തിന്റെയും ശക്തിയുടെയും സാഗരനായ ബാബ്ദാദ തന്റെ സ്നേഹിയും സ്നേഹപൂർവം തിരികെ കിട്ടിയ ഓമന സന്താനങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുവാൻ വന്നിരിക്കുകയാണ്. എല്ലാ കുട്ടികളും വളരെ ദൂരെ നിന്നും സ്നേഹത്തിന്റെ ആകർഷണത്തിലൂടെ കൂടിക്കാഴ്ച ആഘോഷിക്കുന്നതിനായി എത്തിച്ചേർന്നതാണ്. സന്മുഖത്തിരിക്കുന്നവരാണെങ്കിലും ദേശവിദേശങ്ങളിലിരുന്ന് സ്നേഹത്തിന്റെ കൂടിക്കാഴ്ച നടത്തുന്നവരാണെങ്കിലും ബാബ്ദാദ നാനാഭാഗത്തുമുള്ള സർവസ്നേഹികളും സഹയോഗി കൂട്ടുകാരുമായ കുട്ടികളെ കണ്ടു സന്തോഷിക്കുകയാണ്. ബാബ്ദാദ കാണുന്നുണ്ട്, കൂടുതൽ കുട്ടികളുടെയും മനസ്സിൽ ഒരു സങ്കല്പമാണ് ഉള്ളത്. ഇപ്പോൾ എത്രയും വേഗത്തിൽ ബാബയെ പ്രത്യക്ഷമാക്കണം. ബാബ പറയുന്നു, എല്ലാ കുട്ടികൾക്കും വളരെ നല്ല ഉന്മേഷവും ഉത്സാഹവുമാണ്. പക്ഷെ ബാബയെ പ്രത്യക്ഷമാക്കണമെങ്കിൽ ആദ്യം സ്വയത്തെ ബാബയ്ക്ക് സമാനം സമ്പന്നവും സമ്പൂർണവുമായി പ്രത്യക്ഷമാക്കണം. കുട്ടികൾ ബാബയോട് ചോദിക്കാറുണ്ട്, എപ്പോൾ പ്രത്യക്ഷമാകും? ബാബ കുട്ടികളോട് ചോദിക്കുകയാണ്, നിങ്ങൾ പറയൂ, എപ്പോഴാണ് നിങ്ങൾ സ്വയത്തെ ബാബ് സമാനമായി പ്രത്യക്ഷപ്പെടുത്തുക? നിങ്ങൾ സമ്പന്നമാകുന്നതിന്റെ തീയതി നിശ്ചയിച്ചോ? വിദേശികൾ പറയുന്നു, 1 വർഷം മുൻപേ തീയതി നിശ്ചയിക്കാറുണ്ട്. ഒന്നിച്ച് മീറ്റിംഗ് നടത്തി നിങ്ങൾ ബാബയ്ക്ക് സമാനമാകുന്നതിന്റെ തീയതി നിശ്ചയിച്ചോ? ബാബ്ദാദ കാണുന്നുണ്ട്, ഇപ്പോഴൊക്കെ ഓരോ വിഭാഗത്തിന്റെയും ധാരാളം മീറ്റിംഗുകൾ നടത്തുന്നുണ്ട്. ഡബിൾ വിദേശികളുടെയും മീറ്റിംഗ് ബാബ്ദാദ കേട്ടു. വളരെ നല്ലത്. എല്ലാ മീറ്റിംഗുകളും ബാബ്ദാദയുടെ അടുത്ത് എത്തിച്ചേരും. ബാബ്ദാദ ചോദിക്കുകയാണ്, ഇതിന്റെ തീയതി എപ്പോൾ ഉറപ്പിക്കും? ഈ തീയതി ഡ്രാമയാണോ അതോ നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ആര് ചെയ്യും? ലക്ഷ്യം നിങ്ങൾ തന്നെ വെക്കണം. ലക്ഷ്യം ഏറ്റവും നല്ലതാണ്, ഏറ്റവും മികച്ച രീതിയിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷ്യം വെച്ചിട്ടുണ്ടോ? അതിനനുസരിച്ച് ലക്ഷണം ശ്രേഷ്ഠ ലക്ഷ്യത്തിനനുസരിച്ച് ഉണ്ടാക്കണം. ഇപ്പോൾ ലക്ഷ്യവും ലക്ഷണവും തമ്മിൽ അന്തരമുണ്ട്. ലക്ഷ്യവും ലക്ഷണവും സമാനമാകുമ്പോൾ ലക്ഷ്യം പ്രാക്ടിക്കലിൽ വരും. എല്ലാ കുട്ടികളും അമൃതവേളയിൽ മിലനം നടത്തുമ്പോൾ സങ്കല്പം വെക്കുമ്പോൾ ഏറ്റവും നല്ലതാണ് വെക്കുന്നത്. ബാബ്ദാദ നാനാഭാഗത്തുമുള്ള ഓരോ കുട്ടിയുടെയും ആത്മീയ സംഭാഷണം കേൾക്കുന്നുണ്ട്. വളരെ മനോഹരമായ കാര്യങ്ങളാണ് കേൾപ്പിക്കുന്നത്. വളരെ നല്ല പുരുഷാർത്ഥമാണ് ചെയ്യുന്നത്. എന്നാൽ പുരുഷാർത്ഥത്തിൽ ഒരു കാര്യത്തിന്റെ തീവ്രത വേണം. പുരുഷാർത്ഥമുണ്ട്, പക്ഷെ തീവ്ര പുരുഷാർത്ഥമാകണം. തീവ്രതയോടെ ദൃഢത കൂടെ ചേർക്കണം. ബാബ്ദാദയ്ക്ക് ഓരോ കുട്ടിയെയും പ്രതി ഈ ആഗ്രഹമാണ്, ഓരോരുത്തരും തീവ്ര പുരുഷാർത്ഥി ആകണം. നമ്പർ വാർ ആണെങ്കിലും ബാബ്ദാദയ്ക്കറിയാം, നമ്പർ വാർ ആണെങ്കിലും സദാ തീവ്ര പുരുഷാർത്ഥം വേണം. ഇത് ആവശ്യമാണ്. സമയം സമ്പന്നതയിലേക്ക് തീവ്രതയോടെ പോകുന്നുണ്ട്. ഇപ്പോൾ കുട്ടികൾ ബാബയ്ക്ക് സമാനമാകണം. ഇതും നിശ്ചിതമായതാണ്. ഇതിൽ തീവ്രത മാത്രം കൊണ്ടുവരണം. ഓരോരുത്തരും സ്വയം പരിശോധിക്കണം, ഞാൻ തീവ്ര പുരുഷാർത്ഥി ആണോ? പുരുഷാർത്ഥത്തിൽ ധാരാളം പേപ്പറുകൾ വരും, വരേണ്ടതാണ്. തീവ്ര പുരുഷാർത്ഥി പേപ്പറിൽ പാസ്സാകുന്നത് അത്രയ്ക്ക് നിശ്ചിതമായതാണ്. തീവ്ര പുരുഷാർത്ഥി പേപ്പറിൽ പാസ്സായി കഴിഞ്ഞിരിക്കുകയാണ്.
ആകണം എന്നല്ല, ആയിക്കഴിഞ്ഞതാണ്. ഇത് നിശ്ചിതമാണ്. എല്ലാവരും വളരെ താൽപര്യത്തോടെ ചെയ്യുകയാണ്. ബാപ്ദാദ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്, വർത്തമാന സമയമനുസരിച്ച് ഒരേ സമയത്ത് മനസ്സാ വാച കർമ്മണ, ചലനത്തിലും മുഖത്തിലും കൂടി 3 പ്രകാരത്തിലുമുള്ള സേവനം വേണം. മനസ്സിലൂടെ അനുഭവം ചെയ്യിപ്പിക്കണം, വാക്കിലൂടെ ജ്ഞാനത്തിന്റെ ഖജനാവിന്റെ പരിചയം നൽകണം, ചലനത്തിലും മുഖത്തിലും കൂടി സമ്പൂർണ്ണ യോഗി ജീവിതത്തിന്റെ പ്രാക്ടിക്കൽ രൂപത്തിന്റെ അനുഭവം ചെയ്യിപ്പിക്കണം. 3 സേവനവും ഒരേ സമയത്ത് ചെയ്യണം, വെവ്വേറെ അല്ല. സമയം കുറവാണ്, ഇപ്പോഴും സേവനം വളരെയധികം ചെയ്യാനുണ്ട്. ബാപ്ദാദ കണ്ടു, ഏറ്റവും സഹജമായ സേവനത്തിനുള്ള മാർഗമാണ് വൃത്തിയിലൂടെ വൈബ്രേഷൻ ഉണ്ടാക്കുക, വൈബ്രേഷനിലൂടെ വായുമണ്ഡലം തയ്യാറാക്കുക. വൃത്തി ഏറ്റവും തീവ്രമായ മാർഗമാണ്. ഏതുപോലെയാണോ സയൻസിന്റെ റോക്കറ്റ് വേഗത്തിൽ പോകുന്നത്, അതുപോലെ നിങ്ങളുടെ ആത്മീയ ശുഭഭാവനയും ശുഭകാമനയും വൃത്തി, ദൃഷ്ടി, സൃഷ്ടിയെ പരിവർത്തനമാക്കുന്നു. ഒരു സ്ഥാനത്ത് തന്നെ ഇരുന്നുകൊണ്ട് വൃത്തിയിലൂടെ സേവനം ചെയ്യാൻ സാധിക്കും. കേൾക്കുന്ന കാര്യങ്ങൾ പിന്നെ മറന്നുപോകും. വായുമണ്ഡലത്തിലൂടെ ഉണ്ടാകുന്ന അനുഭവം അതൊരിക്കലും മറക്കില്ല. ഏതുപോലെ ബ്രഹ്മബാബയുടെ കർമ്മഭൂമി, യോഗഭൂമി, ചരിത്രഭൂമിയുടെ വായുമണ്ഡലത്തിന്റെ അനുഭവമാണ് മധുബനിൽ ചെയ്യുന്നത്. ഇപ്പോഴും ഓരോരുത്തരും ആ വായുമണ്ഡലത്തിൽ ഏത് അനുഭവമാണോ ചെയ്യുന്നത് അത് മറക്കുകയില്ല. വായുമണ്ഡലത്തിന്റെ അനുഭവം ഹൃദയത്തിൽ പതിയുന്നു. വാക്കിലൂടെ വലിയ പ്രോഗ്രാമുകൾ ചെയ്യാറുണ്ട്. ഓരോരുത്തരും തന്റെ ശ്രേഷ്ഠ ആത്മീയ വൃത്തിയിലൂടെ, വൈബ്രേഷനിലൂടെ വായുമണ്ഡലം തയ്യാറാക്കണം. എപ്പോഴാണോ നിങ്ങളുടെ സ്വന്തം ഹൃദയത്തിൽ, മനസ്സിൽ ആരെയെങ്കിലും പ്രതി തലകീഴായ വൈബ്രേഷൻ ഇല്ലാതാകുന്നത്, അപ്പോഴാണ് വൃത്തി ആത്മീയവും ശക്തിശാലിയുമാകുന്നത്. നിങ്ങളുടെ മനസ്സിന്റെ വൃത്തി സദാ സ്വച്ഛമായിരിക്കണം. കാരണം ഏതെങ്കിലും ആത്മാവിനെ പ്രതി വ്യർത്ഥമായ വൃത്തിയോ ജ്ഞാനത്തിന്റെ രീതിയിൽ നെഗറ്റീവ് വൃത്തിയോ ഉണ്ടെങ്കിൽ, നെഗറ്റീവ് എന്നാൽ അഴുക്ക്, മനസ്സിൽ അഴുക്കുണ്ടെങ്കിൽ ശുഭവൃത്തിയോടെ സേവനം ചെയ്യാൻ കഴിയില്ല. ആദ്യം സ്വയത്തിനെ പരിശോധിക്കൂ. എന്റെ മനസ്സിന്റെ വൃത്തി ശുഭവും ആത്മീയവുമാണോ? നെഗറ്റീവ് വൃത്തിയെയും തന്റെ ശുഭഭാവന, ശുഭകാമനയിലൂടെ നെഗറ്റീവിനെ പോസിറ്റീവായി പരിവർത്തനം ചെയ്യാൻ സാധിക്കുമോ? നെഗറ്റീവിലൂടെ സ്വന്തം മനസ്സിനാണ് ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത്. വ്യർത്ഥ ചിന്തകൾ ഉണ്ടാകുന്നുണ്ടല്ലോ. ആദ്യം സ്വയത്തെ പരിശോധിക്കൂ. എന്റെ മനസ്സിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്പർ വാഴാണ്. നല്ലവരുമുണ്ട്, ഒപ്പം കുഴപ്പക്കാരുമുണ്ട്. ഇവരിങ്ങനെയാണ്. ഇത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. തെറ്റായതിനെ തെറ്റ് എന്ന് മനസ്സിലാക്കണം, ശരിയായത് ശരി എന്ന് മനസ്സിലാക്കണം. പക്ഷെ മനസ്സിൽ വെക്കരുത്. മനസ്സിലാക്കുന്നത് വേറെയാണ്, നോളജ്ഫുൾ ആകുന്നത് നല്ലതാണ്. തെറ്റിനെ തെറ്റ് എന്ന് തന്നെ പറയുമല്ലോ. പല കുട്ടികളും പറയാറുണ്ട്, ഇവരെങ്ങനെയുള്ളവരാണ് ബാബ, അങ്ങേക്ക് അറിയുകയില്ല, അങ്ങ് നോക്കിയാൽ മനസ്സിലാകും. സമ്മതിക്കുന്നു, നിങ്ങൾ പറയുന്നതിനു മുൻപ് ഇങ്ങനെയാണെന്ന് ബാബയും മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്റെ വൃത്തിയിൽ വെക്കുന്നതിലൂടെ സ്വയം വിഷമിക്കുന്നു. മോശമായ കാര്യം മനസ്സിലും ഹൃദയത്തിലും ഉണ്ടെങ്കിൽ, മോശമായ കാര്യം എവിടെയുണ്ടോ, എവിടെ വ്യർത്ഥ ചിന്തകളുണ്ടോ, അവർ എങ്ങനെ വിശ്വ കല്യാണക്കാരി ആകും? നിങ്ങളെല്ലാവരുടെയും കർത്തവ്യം എന്താണ്? ഞങ്ങൾ ലണ്ടന്റെ കല്യാണക്കാരിയാണ്, ദില്ലിയുടെ കല്യാണക്കാരിയാണ്, യുപിയുടെ കല്യാണക്കാരിയാണ് എന്നാരെങ്കിലും പറയുമോ? എവിടെയാണ് ഇരിക്കുന്നതെങ്കിലും
ദേശത്തിന്റെ അല്ലെങ്കിൽ സെന്ററിന്റെ കല്യാണക്കാരിയാണ്. എങ്കിലും എല്ലാവരും കർത്തവ്യം പറയുന്നത് വിശ്വ കല്യാണക്കാരിയാണ് എന്നതാണ്. എല്ലാവരും ആരാണ്? വിശ്വ കല്യാണക്കാരിയാണോ? എങ്കിൽ കൈ ഉയർത്തൂ. ബ്രാക്കറ്റിൽ എല്ലാവരും കൈ ഉയർത്തി. വിശ്വ കല്യാണക്കാരി, വിശ്വ കല്യാണക്കാരി. ശരി, മനസ്സിൽ കുറവൊന്നും ഇല്ലല്ലോ. മനസ്സിലാക്കുന്നത് വേറെ കാര്യമാണ്. ഇത് ശരിയാണ്, ഇത് തെറ്റാണ്. മനസ്സിലാക്കിക്കൊള്ളൂ. പക്ഷെ മനസ്സിൽ വെക്കരുത്. മനസ്സിൽ വൃത്തിയിൽ വെക്കുന്നതിലൂടെ ദൃഷ്ടിയും സൃഷ്ടിയും പരിവർത്തനമാകുന്നു. ബാബ ഗ്രഹപാഠം തന്നിട്ടുണ്ട്. എന്താണ് നൽകിയത്? ഏറ്റവും സഹജമായ പുരുഷാർത്ഥമാണ്. എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നതാണ്. മാതാക്കൾക്കും ചെയ്യാൻ കഴിയും, വയസ്സായവർക്കും ചെയ്യാൻ കഴിയും, യുവാക്കൾക്കും ചെയ്യാൻ കഴിയും, കുട്ടികൾക്കും ചെയ്യാൻ കഴിയും. ആ വിധി ഇതാണ്. ആരുടെ സമ്പർക്കത്തിൽ വരുമ്പോഴും ഒരു കാര്യം മാത്രം ചെയ്യൂ. ആശീർവാദം കൊടുക്കുകയും എടുക്കുകയും ചെയ്യൂ. അവർ ശാപം നൽകിയാലും നിങ്ങൾ ഏത് കോഴ്സാണ് ചെയ്യിപ്പിക്കുന്നത്? നെഗറ്റീവിനെ പോസിറ്റീവാക്കി മാറ്റുന്നതിന്റെ. സ്വയത്തിനും ആ കോഴ്സ് എടുക്കൂ. ചാലഞ്ച് എന്താണ്? ചാലഞ്ചാണ് പ്രകൃതിയെയും തമോ ഗുണിയിൽ നിന്നും സതോ ഗുണി ആക്കണം. ഇത് ചാലഞ്ച് അല്ലേ? നിങ്ങൾ എല്ലാവരും ഈ ചാലഞ്ച് ചെയ്തില്ലേ? പ്രകൃതിയെയും സതോ പ്രധാനമാക്കണം. ആക്കണ്ടേ? തലയാട്ടൂ, കൈയാട്ടൂ. നോക്കൂ, മറ്റുള്ളവരെ കണ്ടിട്ട് ചെയ്യരുത്. ഹൃദയത്തിൽ നിന്നും ചെയ്യണം. കാരണം ഇപ്പോൾ സമയമനുസരിച്ച് വൃത്തിയിലൂടെ വായുമണ്ഡലം ഉണ്ടാക്കുന്നതിന്റെ തീവ്ര പുരുഷാർത്ഥത്തിന്റെ ആവശ്യമാണ് ഉള്ളത്. വൃത്തിയിൽ അല്പമെങ്കിലും അഴുക്കുണ്ടെങ്കിൽ വൃത്തിയിലൂടെ എങ്ങനെ വായുമണ്ഡലം തയ്യാറാക്കും? പ്രകൃതിയിലേക്കും നിങ്ങളുടെ വൈബ്രേഷൻ പോകും, വാക്ക് പോകില്ല. വൈബ്രേഷൻ ഉണ്ടാകുന്നത് വൃത്തിയിലൂടെയാണ്. വൈബ്രേഷനിലൂടെ വായുമണ്ഡലം തയ്യാറാകും. മധുബനിലും എല്ലാവരും ഒരുപോലെ അല്ല. ബ്രഹ്മബാബയും മറ്റു കുട്ടികളുടെയും വൃത്തിയിലും തീവ്ര പുരുഷാർത്ഥത്തിൽ കൂടെയുമാണ് വായുമണ്ഡലം തയ്യാറായത്. ഇന്ന് നിങ്ങളുടെ ദാദിയെ ഓർമ്മ വരുന്നു. ദാദിയുടെ ഏത് വിശേഷതയാണ് കണ്ടത്? എങ്ങനെയാണ് നിയന്ത്രിച്ചത്? ഒരിക്കലും അങ്ങനെയുള്ള വൃത്തിയിലുള്ളവരുടെ കുറവ് ദാദി മനസ്സിൽ വച്ചില്ല. എല്ലാവരിലും ഉത്സാഹമുണ്ടാക്കി. നിങ്ങളുടെ ജഗദംബ മാതാവ് വായുമണ്ഡലം തയ്യാറാക്കി. അറിഞ്ഞിരുന്നിട്ടും തന്റെ വൃത്തി ശുഭമാക്കി വെച്ചു. നിങ്ങളെല്ലാവരും ആ വായുമണ്ഡലത്തിന്റെ അനുഭവമാണ് ചെയ്യുന്നത്. ഫോളോ ഫാദർ ആണെങ്കിലും ബാബ്ദാദ സദാ പറയുന്നു, ഓരോരുത്തരുടെയും വിശേഷതയെ അറിഞ്ഞ് ആ വിശേഷതകളെ സ്വന്തമാക്കൂ. ഓരോ കുട്ടിയിലും ഇത് നോട്ട് ചെയ്യണം. ആരെല്ലാം ബാബ്ദാദയുടെ കുട്ടികളായി മാറിയോ ആ ഓരോ കുട്ടിയിലും മൂന്നാമത്തെ നമ്പറാണെങ്കിലും ഇത് ഡ്രാമയുടെ വിശേഷതയാണ്, ബാബ്ദാദയുടെ വരദാനമാണ്. എല്ലാ കുട്ടികളിലും 99 തെറ്റുകളുണ്ടെങ്കിലും ഒരു വിശേഷത തീർച്ചയായും കാണും. ആ വിശേഷത കാരണം എന്റെ ബാബ എന്ന് പറയാൻ യോഗ്യരാണ്, പരവശരാണ്. എങ്കിലും ബാബയോട് അഖണ്ഡമായ സ്നേഹമുണ്ടാകും. അതിനാൽ ബാബ്ദാദ സമയത്തിന്റെ സമീപതയ്ക്കനുസരിച്ച് ബാബയുടെ ഏതെല്ലാം സ്ഥാനങ്ങളുണ്ടോ, ഗ്രാമത്തിലായാലും വലിയ സോണിലായാലും സെന്ററിലായാലും ഓരോ സ്ഥലങ്ങളിലും ഒപ്പമുള്ളവരിൽ ശ്രേഷ്ഠ വൃത്തിയുടെ വായുമണ്ഡലം ആവശ്യമാണ്. ഒരു വാക്ക് ഓർമ്മയിൽ വയ്ക്കൂ. ആരെങ്കിലും ശാപം തന്നാൽ അത് എടുക്കുന്നവരാരാണ്? കൊടുക്കുന്നവരും എടുക്കുന്നവരും ഒന്നാണോ അതോ രണ്ടാണോ? ആരെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും മോശമായ വസ്തു തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കരുത്.
കാരണം നിങ്ങളുടെ ഹൃദയം ബാബ്ദാദയുടെ സിംഹാസനമാണ്. അതിനാൽ ഒരു വാക്ക് ഇപ്പോൾ മനസ്സിൽ പക്ക ഓർമ്മിക്കണം. മുഖത്തിലൂടെ അല്ല, മനസ്സിൽ ഓർമ്മിക്കൂ. ആശീർവാദം കൊടുക്കണം, ആശീർവാദം എടുക്കണം. ഒരു നെഗറ്റീവായ കാര്യവും മനസ്സിൽ വെക്കരുത്. ഒരു കാതിൽ കൂടി കേട്ട് മറു കാതിലൂടെ കളയുന്നത് നിങ്ങളുടെ ജോലിയാണോ അതോ മറ്റുള്ളവരുടെ ജോലിയാണോ? അപ്പോഴാണ് വിശ്വത്തിൽ ആത്മാക്കളിൽ തീവ്രഗതിയിലുള്ള വൃത്തിയിലൂടെ വായുമണ്ഡലം തയ്യാറാക്കുന്ന സേവനം ചെയ്യാൻ കഴിയുന്നത്. വിശ്വപരിവർത്തനം ചെയ്യണമല്ലോ. എന്താണ് ഓർമ്മയിൽ വെക്കുക? മനസ്സുകൊണ്ട് ഓർമ്മയിൽ വെച്ചോ. ആശീർവാദം എന്ന വാക്ക് ഓർമ്മയിൽ വെക്കൂ. നിങ്ങളുടെ ജഡചിത്രങ്ങൾ കൊടുക്കുന്നത് എന്താണ്? ആശീർവാദം കൊടുക്കുന്നില്ലേ? ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ എന്താണ് യാചിക്കുന്നത്? ആശീർവാദം യാചിക്കും. ആശീർവാദം കിട്ടുന്നതുകൊണ്ടാണ് ആശീർവാദം യാചിക്കുന്നത്. നിങ്ങളുടെ ജഡചിത്രങ്ങൾ അവസാന ജന്മത്തിലും ആശീർവാദം നൽകുന്നു. വൃത്തിയിലൂടെ അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നു. നിങ്ങൾ എപ്പോഴും അങ്ങനെ ആശീർവാദം കൊടുക്കുന്നവരായി മാറി. അതിനാൽ ഇപ്പോഴും നിങ്ങളുടെ ജഡചിത്രങ്ങൾ ആശീർവാദം കൊടുത്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളെല്ലാവരും ക്ഷമയുടെ മാസ്റ്റർ സാഗരമായോ? അല്ലേ? ആദ്യം ഞാനാകും എന്ന് പറയൂ. ഇതിൽ ഹേ അർജുനൻ ആകൂ. അങ്ങനെയുള്ള വായുമണ്ഡലം ഉണ്ടാക്കൂ. ആര് മുന്നിൽ വന്നാലും അവർക്ക് കുറച്ച് സ്നേഹം കൊടുക്കണം, സഹയോഗം എടുക്കണം, ക്ഷമയുടെ അനുഭവം ചെയ്യണം, ധൈര്യത്തിന്റെ അനുഭവം ചെയ്യണം, സഹയോഗത്തിന്റെ അനുഭവം ചെയ്യണം, ഉന്മേഷത്തിന്റെയും ഉത്സാഹത്തിന്റെയും അനുഭവം ചെയ്യണം. അങ്ങനെ സാധിക്കുമോ? സാധിക്കുമോ? മുൻനിരയിലുള്ളവർക്ക് സാധിക്കുമോ? കൈ ഉയർത്തൂ. ആദ്യം ചെയ്യേണ്ടിവരും. എല്ലാവരും ചെയ്യുമോ? ടീച്ചേഴ്സ് ചെയ്യുമോ? ശരി. എല്ലായിടത്തു നിന്നും കുട്ടികളുടെ ഇമെയിലും കത്തുകളും വരുന്നുണ്ട്. കത്തെഴുതിയില്ലെങ്കിലും ആരെല്ലാമാണോ സങ്കല്പം, സങ്കൽപ്പിച്ചവരുടെയും സ്നേഹസ്മരണകൾ ബാബ്ദാദയുടെ അടുത്ത് എത്തിച്ചേർന്നു. വളരെ മധുരമധുരമായ കത്തുകൾ എഴുതുന്നുണ്ട്. ഇവർ ഉന്മേഷത്തിലും ഉത്സാഹത്തിലും സദാ പറന്നുകൊണ്ടിരിക്കും എന്ന് തോന്നും. അങ്ങനെയാണ് കത്തുകൾ എഴുതുന്നത്. നല്ലതാണ്. കത്തെഴുതുന്നതിലൂടെ സ്വയത്തെ ബന്ധനത്തിൽ വെക്കുന്നു. വാഗ്ദാനം ചെയ്യുകയാണല്ലോ. നാനാഭാഗത്തും ആരെല്ലാം എവിടെയൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടോ അവർക്കെല്ലാവർക്കും ബാബ്ദാദ സന്മുഖത്തിരിക്കുന്നവർക്കും മുൻപേ തന്നെ സ്നേഹസ്മരണകൾ നൽകുകയാണ്. കാരണം ബാബ്ദാദയ്ക്കറിയാം പലയിടത്തും സമയം വ്യത്യസ്തമാണ്. എങ്കിലും എല്ലാവരും വളരെ ഉത്സാഹത്തോടെയാണ് ഇരിക്കുന്നത്. ഓർമ്മയിലിരുന്ന് കേൾക്കുന്നുണ്ട്. ശരി. എല്ലാവരും സങ്കല്പം വെച്ചിട്ടുണ്ട്. തീവ്ര പുരുഷാർത്ഥം ചെയ്ത് നമ്പർ 1 ആകണം. ചെയ്തോ? കൈ ഉയർത്തൂ. ശരി. ഇപ്പോൾ ടീച്ചേഴ്സ് ഉയർത്തുന്നുണ്ട്. മുൻനിരയിലിരിക്കുന്നവരുണ്ടല്ലോ. നല്ലതാണ്. ബാബ്ദാദ ഈ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മുഴുവൻ ദിവസവും ഇടയ്ക്കിടയ്ക്ക് 5 മിനിറ്റ് കിട്ടിയാലും മനസ്സിന്റെ വ്യായാമം ചെയ്യൂ. ഇപ്പോഴുള്ളത് വ്യായാമത്തിന്റെ കാലഘട്ടമാണ്. 5 നിമിഷം മനസ്സിന്റെ വ്യായാമം ചെയ്യൂ. മനസ്സിനെ പരംധാമത്തിലേക്ക് കൊണ്ടുപോകൂ. സൂക്ഷ്മവദനത്തിൽ ഫരിഷ്ത സ്ഥിതി ഓർമ്മിക്കൂ. പിന്നെ പൂജ്യ സ്വരൂപം ഓർമ്മിക്കൂ. പിന്നെ ബ്രാഹ്മണ സ്വരൂപം ഓർമ്മിക്കൂ. പിന്നെ ദേവതാ സ്വരൂപം ഓർമ്മിക്കൂ. എത്ര എണ്ണമായി? 5. 5 നിമിഷത്തിൽ 5 വ്യായാമം ചെയ്യൂ. മുഴുവൻ ദിവസവും നടക്കുമ്പോഴും ചുറ്റിക്കറങ്ങുമ്പോഴും ഇത് ചെയ്യാൻ കഴിയും. ഇതിനുവേണ്ടി മൈതാനം ആവശ്യമില്ല, ഓടേണ്ട കാര്യമില്ല, കസേര വേണ്ട, സീറ്റ് വേണ്ട, മെഷീനും വേണ്ട.
വേറെ വ്യായാമങ്ങൾ ഏതുപോലെ ശരീരത്തിന് ആവശ്യമുള്ളതാണ് അത് ചെയ്തുകൊള്ളൂ. അതിന് വിലക്കില്ല. ഒപ്പം മനസ്സിന്റെ ഈ ഡ്രിൽ വ്യായാമം മനസ്സിനെ സദാ സന്തോഷമുള്ളതാക്കി വെക്കും. ഇപ്പോൾ മുതൽ ഈ ഡ്രിൽ ആരംഭിക്കൂ. പരംധാമം മുതൽ ദേവത വരെ. ബ്രാക്കറ്റിൽ ബാബ് ദാദ ഡ്രിൽ ചെയ്യിപ്പിച്ചു. ശരി, നാനാഭാഗത്തും സദാ തന്റെ വൃത്തിയിലൂടെ ആത്മീയ ശക്തിശാലി വായുമണ്ഡലം തയ്യാറാക്കുന്ന തീവ്ര പുരുഷാർത്ഥികളായ കുട്ടികൾക്ക് സദാ സ്വന്തം സ്ഥാനത്തും സ്ഥിതിയിലും ശക്തിശാലിയായ വൈബ്രേഷന്റെ അനുഭവം ചെയ്യുന്ന ദൃഢസങ്കല്പമുള്ള ശ്രേഷ്ഠ ആത്മാക്കൾക്ക് ആശീർവാദം കൊടുക്കുകയും എടുക്കുകയും ചെയ്യുന്ന ദയാഹൃദയരായ ആത്മാക്കൾക്ക് സദാ സ്വയം പറക്കുന്ന കലയുടെ അനുഭവം ചെയ്യുന്ന ഡബിൾ ലൈറ്റ് ആത്മാക്കൾക്ക് ബാബ് ദാദയുടെ സ്നേഹസ്മരണകളും നമസ്തേയും. വരദാനം: വിശാല ബുദ്ധിയിലൂടെ സംഘടനയുടെ ശക്തി വർദ്ധിപ്പിക്കുന്ന സഫലതാ സ്വരൂപമായി ഭവിക്കട്ടെ. സംഘടനയുടെ ശക്തി വർദ്ധിപ്പിക്കുക, ഇത് ബ്രാഹ്മണ ജീവിതത്തിന്റെ ആദ്യ ശ്രേഷ്ഠ കാര്യമാണ്. ഇതിനായി ഏതെങ്കിലും കാര്യം കൂടുതൽ പേരും ശരിവെക്കുമ്പോൾ ഭൂരിഭാഗം എവിടെയാണോ ഞാൻ അതിനോടൊപ്പം. ഇതാണ് സംഘടനയുടെ ശക്തി വർദ്ധിപ്പിക്കുക. ഇതിൽ എന്റെ ചിന്ത വളരെ നല്ലതാണ് എന്ന പൊങ്ങച്ചം കാട്ടരുത്. എത്ര നല്ലതാണെങ്കിലും എവിടെ സംഘടന ഇല്ലാതാകുന്നോ അവിടെ നല്ലതും സാധാരണമായി മാറും. ആ സമയത്ത് തന്റെ ചിന്തകൾ ത്യജിക്കേണ്ടി വന്നാൽ ത്യാഗത്തിലും ഭാഗ്യമാണ്. ഇതിലൂടെ സഫലതാ സ്വരൂപമാകും, സമീപ സംബന്ധത്തിൽ വരും. സ്ലോഗൻ: സർവസിദ്ധികളും പ്രാപ്തമാക്കുന്നതിനായി മനസ്സിന്റെ ഏകാഗ്രത വർദ്ധിപ്പിക്കൂ. അവ്യക്ത സൂചന: സ്വയവും സർവരെ പ്രതിയും മനസ്സിലൂടെ യോഗത്തിന്റെ ശക്തികളുടെ പ്രയോഗം ചെയ്യൂ. സമയമനുസരിച്ച് ഇപ്പോൾ മനസ്സാ സേവനവും വാചാ സേവനവും ഒന്നിച്ചു ചെയ്യൂ. വാചാ സേവനം സഹജമാണ്, മനസ്സിൽ അറ്റൻഷൻ കൊടുക്കേണ്ട കാര്യമാണ്. അതിനാൽ സർവ ആത്മാക്കളെയും പ്രതി മനസ്സിൽ ശുഭഭാവനയും ശുഭകാമനയുടെയും സങ്കല്പം വേണം. വാക്കിൽ മധുരത, സന്തുഷ്ടത, സരളതയുടെ നവീനത വേണം. എങ്കിൽ സേവനത്തിൽ സഹജമായി സഫലത കിട്ടിക്കൊണ്ടിരിക്കും. ഓം ശാന്തി.